നിർത്തിയിരിക്കുന്നത് ആവറേജ് റേറ്റാണ്. ആവറേജ് റേറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ പറഞ്ഞ അവസാനം വരെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആവറേജ് റേറ്റ് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടെയാണ് നമുക്ക് പറയേണ്ടത് അടുത്ത ടൈം ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആവറേജ് റേറ്റ് പോലെ തന്നെയാണ്, ആ പേരിൽ തന്നെ ഉണ്ട്. ആവറേജ് റേറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു വലിയ ടൈം ഇൻ്റർവെൽ തന്നതിന് ശേഷം ആ വലിയ ടൈം ഇൻ്റർവെല്ലിനിടയിൽ റേറ്റ് കണ്ടുപിടിക്കേണ്ടി വന്നാൽ പലതവണ റേറ്റ് മാറും. ആ മാറുന്ന റേറ്റിൻ്റെ എല്ലാം കൂടെ ആവറേജ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് വലിയ ടൈം ഇൻ്റർവെൽ ഇങ്ങനെ മനസ്സിലായി ഡെൽറ്റ ടി എന്ന് എഴുതിയിരുന്നപ്പോൾ വലിയ ടൈം ഇൻ്റർവെല്ലാണെന്ന് മനസ്സിലായി. ആ വലിയ ടൈം ഇൻ്റർവെൽ കണ്ടുപിടിച്ച റേറ്റിനാണ് ആവറേജ് റേറ്റ് എന്ന് വിളിച്ചത്. അടുത്ത് പറയുന്ന ടൈം ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് വാക്കത്താണ് ഇൻസ്റ്റൻറ്റ്, ഒരു നിമിഷം, പർട്ടിക്കുലർ പോയിന്റ്, പർട്ടിക്കുലർ ടൈം, പർട്ടിക്കുലർ സെക്കൻഡ്, ആ സമയത്ത് കണ്ടുപിടിക്കുന്ന റേറ്റാണ് എന്തോന്നു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 7 മണിക്കും 7:15 ഇടയിൽ അല്ലെങ്കിൽ 7 മണിക്ക് 7:30 ഇടയിൽ നമ്മുടെ സ്പീഡ് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നും തോന്നും. 7-നും 7:30 ഇടയ്ക്ക് നമ്മൾ പലതവണ സ്പീഡ് മാറ്റിയിട്ടുണ്ട്. പല സ്പീഡിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കറക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടൊരു ടൈമൊന്ന് പറയുകയാണ്. 7:15 എത്രയായിരുന്നു സ്പീഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പോയി പല സ്പീഡിൻ്റെ ആവറേജ് എടുക്കേണ്ടി വരത്തില്ല. 7:15 അടിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര സ്പീഡാണോ കാണിച്ചുകൊണ്ടിരുന്നത് ആ സ്പീഡിൻ്റെ ആൻസർ അങ്ങ് പറഞ്ഞാൽ മതി. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അപ്പോൾ എന്താ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്? റേറ്റ് കാൽക്കുലേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. റേറ്റ് കാൽക്കുലേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓർമ്മിക്കണം, ആവറേജ് റേറ്റിന് നമ്മളൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? റേറ്റ് കാൽക്കുലേറ്റഡ് ലാർജ് ടൈം ഇൻ്റർവെൽ ഈസ് കാൾഡ് ആവറേജ് റേറ്റ്. റേറ്റ് കാൽക്കുലേറ്റഡ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓർമ്മിക്കണം, ടെക്നിക്കലായിട്ടുള്ള ബാക്കി കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരത്തില്ല. പ്രോഡക്റ്റിൻ്റെ അളവ് വെച്ചും റിയാക്റ്റിൻ്റെ അളവ് വെച്ചും റേറ്റ് കണ്ടുപിടിക്കാം. അവരുടെ വ്യത്യാസം അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതൊക്കെ ശരിയാണ്. ഒറ്റ പ്രശ്നമേ വരത്തുള്ളൂ, ഈ വലിയ ടൈം ഇൻ്റർവെൽ എന്നുള്ളത് മാറിയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇക്വേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈം ഡെൽറ്റ ടി ആണ്. ഒരു വലിയ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ആണ്. അപ്പോൾ അത്രയും വലിയ ടൈം ഇൻ്റർവെൽ ഇല്ല. അത്രയും വലിയ ടൈം ഇൻ്റർവെൽ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആകുന്ന സമയത്ത് ടൈം ഇൻ്റർവെൽ തീരെ ചെറുതാവും അല്ലേ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വലിയ ടൈം ഇൻ്റർവെൽ ഉണ്ടോ? വളരെ കുറഞ്ഞ ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ ചെറിയ ടൈം ഇൻ്റർവെൽ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഡി ടി എന്ന് എഴുതി. ശ്രദ്ധിക്കണം, നമ്മൾ ആവറേജ് റേറ്റിന് വലിയ ടൈം ഇൻ്റർവെൽ ഉള്ളതുകൊണ്ട് ഡെൽറ്റ ടി എന്ന് എഴുതി. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് വരുന്ന സമയത്ത് ടൈം ഇൻ്റർവെൽ തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ടി എന്ന് മാറ്റി എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷന് ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷനകത്ത് ഡെൽറ്റ ടി ടെൻസ് ടു ഡി ടി ആക്കിയാൽ മതി. ഡെൽറ്റ ടി എങ്ങോട്ട് മാറിയാൽ മതി? ഡി ടിയിലോട്ട് മാറിയാൽ മതി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ എങ്ങനെ വരും നോക്കിയേ. ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഈ ഇക്വേഷൻ്റെ താഴത്തെ ടൈം ഡി ടി എന്ന് വരും. ശരിയല്ലേ? റിയാക്ടറിൽ വെച്ച് കണ്ടുപിടിക്കുന്ന താഴത്തെ ടൈം ഡി ടി എന്ന് വരും. താഴത്തെ ടൈം ഡി ടി എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം വളരെ കുറഞ്ഞ സമയമാണ് തന്നിരിക്കുന്നത്. ഡി ടി വളരെ ചെറിയ ടൈം ഇൻ്റർവെൽ. സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ ടൈം ഇൻ്റർവെല്ലിനിടയിൽ റിയാക്ടറിൻ്റെ അളവിൽ ഒരു വലിയ വ്യത്യാസം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ താഴെ ഡെൽറ്റ എഴുതുമ്പം മുകളിൽ നമ്മൾ ഡെൽറ്റ എഴുതും അല്ലേ? വലിയ ടൈം ഇൻ്റർവെല്ലിനിടയിൽ റിയാക്ടറിൻ്റെ അളവിൽ വലിയ വ്യത്യാസം കാണിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു വലിയ ടൈം ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ആ വലിയ ടൈം ഇൻ്റർവെല്ലിൽ റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷന് വലിയൊരു വ്യത്യാസം വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ പ്രശ്നം? എന്താ? ടൈം ഇൻ്റർവെൽ തീരെ ചെറുതായി. അരമണിക്കൂർ എന്നുള്ളത് 1 മിനിറ്റായി അല്ലെങ്കിൽ 1 സെക്കൻഡായി. ആ 1 സെക്കൻഡിൽ റിയാക്ടറിനെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷനിലെ വ്യത്യാസം, റിയാക്ടറിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസവും തീരെ ചെറുതാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി ഡെൽറ്റ ആർ എന്ന് എഴുതാൻ പറ്റൂല. അതായത് ഡെൽറ്റ ടിയെ ഡി ടി എന്ന് മാറ്റിയാൽ ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കായി ഡെൽറ്റ ആർ ഇനി ഡി ആർ ആവും. ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റും വളരെ കുറവായിരിക്കും. ഈ മൈനസ് ഇവിടെ തരുന്നുണ്ട് അല്ലേ? ആ മൈനസ് എന്ന് പറയുന്നത് ഇതുമായൊന്നും ബന്ധപ്പെട്ടതല്ല, റിയാക്ടറിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൈനസ് വരേണ്ടതുകൊണ്ട് വന്ന മൈനസാണ്. ശരിയാണ്. അപ്പോൾ പ്രോഡക്റ്റ് വെച്ചുള്ള ഇക്വേഷൻ എങ്ങനെയാവും? പ്രോഡക്റ്റ് വെച്ചുള്ള ഇക്വേഷൻ താഴത്തെ ടൈം ഡി ടി എന്ന് മാറ്റിയിരുന്നു. പ്രോഡക്റ്റ് വെച്ചുള്ള ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ താഴത്തെ ടൈമിനെ നമ്മൾ ഡി ടി എന്ന് മാറ്റി എഴുതി. താഴത്തെ ടൈം ഡി ടി എന്ന് മാറ്റി എഴുതുമ്പോൾ ടൈം ഇൻ്റർവെൽ തീരെ ചെറുതായെന്നാണ് അർത്ഥം. ടൈം ഇൻ്റർവെൽ തീരെ ചെറുതായാൽ ആ ചെറിയ സമയ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ അളവിലും വളരെ ചെറിയ വ്യത്യാസമേ കാണിക്കാൻ പറ്റൂ. അതായത് നിങ്ങൾക്ക് ഈ ഡെൽറ്റ പി എന്ന് എഴുതാൻ പറ്റത്തില്ല.
ഡി പി എന്ന് എഴുതാൻ പറ്റൂ. നെഗറ്റീവ് സൈൻ ഇല്ല. പ്രോഡക്റ്റിൻ്റെ കണക്കായതുകൊണ്ട് പോസിറ്റീവ് സൈനേ ഉള്ളൂ. അപ്പോൾ നോക്കി, ആവറേജ് റേറ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരു ഡെഫിനിഷൻ പറഞ്ഞു, ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ശരിയാണല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഒരു ഡെഫിനിഷൻ പറഞ്ഞു, റേറ്റ് കാൽക്കുലേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ഒരു ഡെഫിനിഷൻ പറഞ്ഞു ആൻഡ് ഒരു ഇക്വേഷൻ പറഞ്ഞു. ശരിയാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ആവറേജ് റേറ്റ്, ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ, ആവറേജ് റേറ്റിൻ്റെ ഡെഫിനിഷൻ, ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ, ഇൻസ്റ്റന്റേനിയസ് റേറ്റിൻ്റെ ഡെഫിനിഷൻ, ഇൻസ്റ്റന്റേനിയസ് റേറ്റിൻ്റെ ഇക്വേഷൻ. ശരിയാണല്ലോ. ആവറേജ് റേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്നും വളരെ ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റിലോട്ട് എത്താൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഡെഫിനിഷൻ പഠിക്കാം, ഇക്വേഷൻ പഠിക്കാം. ബാക്കി കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല. ഡെഫിനിഷനും ഇക്വേഷനും മാത്രം നോക്കിയാൽ മതി. ഇനി വേണ്ടുന്നത് ആവറേജ് റേറ്റിനും ഗ്രാഫുണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റിനും ഗ്രാഫുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ്: ആവറേജ് റേറ്റിൻ്റെ ഡെഫിനിഷൻ, ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ, ആവറേജ് റേറ്റിൻ്റെ ഗ്രാഫ്. ഗ്രാഫ് പഠിപ്പിച്ചിട്ടില്ല. ഇൻസ്റ്റന്റേനിയസ് റേറ്റിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെയും ഗ്രാഫ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ആവറേജ് റേറ്റിൻ്റെ ഗ്രാഫും പറയണം, ഇൻസ്റ്റന്റേനിയസ് റേറ്റിൻ്റെ ഗ്രാഫും പറയണം. അപ്പോൾ നമുക്കിനി പറയേണ്ടത് ആവറേജ് റേറ്റിൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിൻ്റെ ഗ്രാഫാണ് പറയേണ്ടത്. പഴയതുപോലെ തന്നെ നമ്മളെടുത്ത ജനറൽ ഇക്വേഷൻ. ഏതാണ് ജനറൽ ഇക്വേഷൻ? ആർ ഗിവിംഗ് പി എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ. ആർ ഗിവിംഗ് പി എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ നമ്മുടെ ഉണ്ട്. ഈ ജനറൽ ഇക്വേഷനകത്ത് ആവറേജ് റേറ്റിൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിൻ്റെ ഗ്രാഫ് വരച്ചാണ് എങ്ങനെയിരിക്കുന്നത് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ആവറേജ് റേറ്റിൻ്റെ ഗ്രാഫ് ആദ്യം വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മൾ ആദ്യം T1 എന്ന് പറയുന്നൊരു സമയമെടുത്തു. അപ്പോൾ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ R1 ആണ്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ P1 ആണ്. നേരത്തെ പറഞ്ഞതാണ്. T2 എന്ന് പറയുന്ന സമയം, ആ സമയത്ത് റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ R2 ആണ്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ P2 ആണ്. ഇതൊരു ഗ്രാഫിലോട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പിന്നെ വിലയിലോട്ട് എത്തിച്ചേരാം, ആൻസറിലോട്ട് എത്തിച്ചേരാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. പഴയ സാധാരണ വരയ്ക്കുമ്പോൾ തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. നമ്മൾ എക്സ് ആക്സിസിൽ ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്തു. ശരിയാണല്ലോ. ടൈമിനെ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്തതിൻ്റെ അർത്ഥം എന്തോ? സമയത്തിൻ്റെ ചെറിയ വിലകളെല്ലാം ഇടതുവശത്തും വലിയ വിലകളെല്ലാം വലതുവശത്തും വരും. ശരിയാണല്ലോ. ഇനി വൈ ആക്സിസിൽ നമുക്ക് കോൺസെൻട്രേഷൻ വരയ്ക്കാൻ പറ്റും. കോൺസെൻട്രേഷൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ കോമൺ ആയി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് വരയ്ക്കുന്നതെന്ന് പറയാം, വേണമെങ്കിൽ കോൺസെൻട്രേഷൻ പ്രോഡക്റ്റ് വരയ്ക്കുന്നതെന്ന് പറയാം. കോമണായി കോൺസെൻട്രേഷൻ വരയ്ക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൽക്കാലം നമുക്ക് റിയാക്ടൻറ്റിൻ്റെ കാര്യം പറയാം, പിന്നീട് പ്രോഡക്റ്റിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഗ്രാഫ് നോക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിയാക്ഷൻ ആർ ഗിവിംഗ് പി ആണ്. ആ ആർ ഗിവിംഗ് പി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ടൈമിന് നമ്മൾ എക്സ് ആക്സിസിലും കോൺസെൻട്രേഷൻ നമ്മൾ വൈ ആക്സിസിലും വരച്ചു. റിയാക്ടറിൻ്റെ മാത്രം കാര്യമേ പരിഗണിക്കുന്നു. നോക്കി പറയാം. സമയം തീരെ കുറവായിരിക്കും. സമയത്തിൻ്റെ റിയാക്ഷൻ്റെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് അല്ലേ, സമയം തുടക്കം എന്ന് പറയുമ്പോൾ സമയം 0 ആയിരിക്കും. സമയമല്ലേ 0. അപ്പോൾ ഏറ്റവും ഇടത് സൈഡ്, ഈ ഇടത് സൈഡിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർമ്മയുണ്ടോ? റിയാക്ഷൻ തുടങ്ങിയ സമയത്ത് 10 കിലോ സാധനം കൊണ്ട് തുടങ്ങി. അപ്പം പ്രോഡക്റ്റിൻ്റെ അളവ് 0 ആയിരിക്കും. സമയം കഴിയും തോറും റിയാക്റ്റിൻ്റെ അളവ് റിയാക്റ്റിൻ്റെ അളവ് കുറയും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 8 കിലോ ആയി, പ്രോഡക്റ്റ് 2 കിലോ ആയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ റിയാക്റ്റിൻ്റെ 3 കിലോ ആയെന്ന് വിചാരിക്കുക, പ്രോഡക്റ്റ് 7 കിലോ ആവും. കുറേ സമയം കൂടെ കഴിയുന്ന സമയത്ത് റിയാക്റ്റിൻ്റെ 0 ആവും, റിയാക്റ്റിൻ്റെ തീരും, പ്രോഡക്റ്റ് 10 കിലോ ആവും. അല്ലേ? ഇങ്ങനെയല്ലേ ഈ പ്രോസസ്സ് ഇങ്ങനെയല്ലേ വരുന്നത്? ഒരു എക്സാമ്പിൾ അനുസരിച്ച് പറഞ്ഞ് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എന്തോ മനസ്സിലായി? രാസപ്രവർത്തനത്തിൻ്റെ തുടക്ക സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പിന്നീട് സമയം കഴിയും തോറും റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും. ശരിയല്ലേ? അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും ഗ്രാഫ്? രാസപ്രവർത്തനത്തിൻ്റെ തുടക്ക സമയം, അതായത് ഇടതുവശത്ത് റിയാക്റ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും, അതായത് മുകളിൽ നിൽക്കും. ശരിയാണോ? അപ്പോൾ നോക്കിയേ, ഗ്രാഫ് ഇങ്ങനെ വരച്ചൂടെ? അല്ലേ? ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഗ്രാഫാണ്. നോക്കി, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സിമ്പിളാണ്. കാര്യം തന്നെ ഇങ്ങനെ വരച്ചത്. ഇങ്ങനെ വരച്ച കാര്യം രാസപ്രവർത്തനത്തിൻ്റെ തുടക്ക സമയം 0 ആയിരിക്കുന്ന സമയം. റിയാക്റ്റൻ്റ് അളവ് പരമാവധിയാണ്. രാസപ്രവർത്തനം മുമ്പോട്ട് പോകുന്നതും റിയാക്റ്റൻ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഗ്രാഫ് മനസ്സിലായി. ഗ്രാഫ് മനസ്സിലായി. ഈ പറഞ്ഞിരിക്കുന്ന ടേമുകൾ ഗ്രാഫിലോട്ട് കണ്ടുപിടിക്കുകയാണ്. ഈ ടേമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ ടേമുകൾ ഉണ്ടെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ടേമുകളെ ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ പറ്റും. T1 എന്ന് പറയുന്നൊരു സമയം ഞാൻ പറയുന്നത് ഇതാണ്. T1 എന്ന് പറയുന്ന സമയം ഇതാണ്. T1 എന്ന് പറയുന്ന സമയം T1. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ T2 എന്ന് പറയുന്നൊരു സമയമുണ്ട്. ഇതാണ് T2 എന്ന് പറയുന്ന സമയം. 2 സമയം നമ്മൾ കണ്ടുപിടിച്ചു. സമയം അടയാളപ്പെടുത്തിയിരിക്കുന്ന എക്സ് ആക്സിസിൽ
ഈ രണ്ട് സമയവും നമ്മൾ കണ്ടുപിടിച്ചു. T1 എന്ന് പറയുന്ന സമയം കണ്ടുപിടിച്ചു, T2 എന്ന് പറയുന്ന സമയം കണ്ടുപിടിച്ചു ആണ്. ഇനി T1 എന്ന് പറയുന്ന സമയത്ത് കാണിക്കുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് R1. T1 എന്ന് പറയുന്ന സമയത്ത് കാണിക്കുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R1. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? T1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റിൽ നിന്നും y ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിച്ചാൽ കോൺസെൻട്രേഷൻ കിട്ടത്തില്ലേ? T1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് R1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റ് കണ്ടുപിടിക്കുന്നു അല്ലേ? ആ ഗ്രാഫിലെ പോയിന്റിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുന്നു? y ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. y ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ കിട്ടുന്ന വിലയായിരിക്കും R1. അപ്പോൾ T1ൽ നിന്നും നമ്മൾ ഗ്രാഫിലെ പോയിന്റിൽ നിന്നും y ആക്സിലോട്ട് എത്തി R1 കണ്ടുപിടിച്ചു. അപ്പോൾ T2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? T2ലെ പോയിന്റിൽ നിന്നും ഗ്രാഫിലോട്ട് എത്തി ഗ്രാഫിൽ നിന്നും y ആക്സിലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ കിട്ടുന്ന പോയിന്റ് നമുക്ക് എന്തെന്ന് കിട്ടും? R2 എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? R1 വലുതും R2 ചെറുതുമല്ലേ? നേരത്തെ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ടൈം ചെറുതും ഒന്നാമത്തെ ടൈം വലുതും ആവുന്നത് കൊണ്ടാണ് കുറയ്ക്കുന്ന സമയത്ത് മൈനസ് വരുന്ന പ്രശ്നമൊക്കെ പറഞ്ഞത്. അതെല്ലാം ഗ്രാഫിലെല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിൽ നമ്മൾ രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചു. T1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടുപിടിച്ചു, T2 എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടുപിടിച്ചു. T1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ R1 ഇത്രയും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. T2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ R2 ഇത്രയും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇക്വേഷൻ എടുക്കുക. നമ്മുടെ ഇക്വേഷൻ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R2 മൈനസ് R1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 അല്ലേ? നേരത്തെ എഴുതിയ ഇക്വേഷൻ അല്ലേ? ഫൈനൽ മൈനസ് ഫിനിഷ് R2 മൈനസ് R1 ബൈ T2 മൈനസ് T1. സ്വാഭാവികമായിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ R ബൈ ഡെൽറ്റ T എഴുതാൻ പറ്റും. മൈനസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന മൈനസ് ആണ്. അപ്പോൾ R2 മൈനസ് R1 ഗ്രാഫിൽ ഒന്ന് കണ്ടുപിടിക്കാം. R2 മൈനസ് R1 ഇത്രയുമാണ് R2, ഇത്രയുമാണ് R1. ഇതിൽ നിന്നും ഇത് കുറച്ചാൽ ഇത്രയും കിട്ടത്തില്ല, ശരിയല്ലേ? R2 മൈനസ് R1 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇത്രയല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാണുന്ന അത്രയുമാണ് ഡെൽറ്റ R. ഈ കാണുന്നതാണ് ഡെൽറ്റ R, ശരിയല്ലേ? ഇത് നോക്കി, ഇതൊരു സ്ക്വയറാണ്, ഇതൊരു ചതുരമാണ്. ഈ ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. ഏത് ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതാണ് ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഡെൽറ്റ R എന്ന് പറയുന്നത് തെറ്റില്ല അല്ലേ? ഇത് ഡെൽറ്റ R ആണെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇത് ഡെൽറ്റ R ആണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഈ ലൈനിനെ ഡെൽറ്റ R എന്ന് വിളിക്കാൻ പറ്റും, ശരിയാണല്ലോ? അപ്പോൾ ഡെൽറ്റ R ഗ്രാഫിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലൈനിന്റെ നീളമാണ് ഡെൽറ്റ R. ഈ ഡെൽറ്റ T എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? T2 മൈനസ് T1 ആണ് ഡെൽറ്റ T. ഇത്രയുമാണ് T2. T2ൽ നിന്നും T1 കുറയ്ക്കും. ഇതേ മൈനസ് ഇത്രയും കിട്ടത്തില്ലേ? ഇതല്ലേ ഡെൽറ്റ T. ഇതാണ് ഡെൽറ്റ T എങ്കിൽ ഈ ലൈനിനെ എനിക്ക് ഡെൽറ്റ T എന്ന് വിളിച്ചൂടെ? പഴയതുപോലെ തന്നെ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട്, ചതുരമായതുകൊണ്ട്, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇത് ഡെൽറ്റ T ആണെങ്കിൽ ഇതും ഡെൽറ്റ T എന്ന് വിളിക്കാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്ന ഗ്രാഫിൽ ഡെൽറ്റ R എന്ന് പറയുന്നത് ഈ ലൈനും ഡെൽറ്റ T എന്ന് പറയുന്നത് ഈ ലൈനുമാണ്. ഇക്വേഷൻ ഡെൽറ്റ Rൽ നിന്നും ഡെൽറ്റ T കുറച്ചാൽ മതി. അതായത് ഈ ലൈനിന്റെ നീളത്തിൽ നിന്നും ഈ ലൈനിന്റെ വിലയിൽ നിന്നും ഈ ലൈനിന്റെ ഇതിന്റെ വില കുറച്ചാൽ മതി, ഇതിന്റെ നീളം കുറച്ചാൽ മതി. അപ്പം ഡെൽറ്റ R ബൈ ഡെൽറ്റ T കണ്ടുപിടിക്കുന്ന സമയത്ത് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്നും ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത് റിയാക്ടന്റിന്റെ കേസിൽ. ഇനി അധികം വിശദീകരിക്കാതെ തന്നെ പ്രോഡക്റ്റിന്റെ കേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പ്രോഡക്റ്റിന്റെ കേസ് കണ്ടുപിടിക്കുമ്പം ഗ്രാഫ് എങ്ങനെ വരയ്ക്കും നോക്കി. പ്രോഡക്റ്റ് ആദ്യം കുറവായിരിക്കും, സമയം കഴിയും തോറും പ്രോഡക്റ്റ് അളവിൽ കൂടിക്കൊണ്ടേയിരിക്കും. റിയാക്ടന്റോ ആദ്യം കൂടുതലായിരുന്നു, സമയം കഴിയും തോറും കുറഞ്ഞുകൊണ്ടേയിരുന്നു, ശരിയാണോ? പ്രോഡക്റ്റ് ആദ്യം കാണത്തില്ല, സമയം കഴിയും തോറും റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് കൂടി വരും. അപ്പോൾ റിയാക്ടന്റിന്റെ വരച്ച ഗ്രാഫിന് നേരെ തിരിച്ചൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഏത് കിട്ടും? പ്രോഡക്റ്റിന്റെ ഗ്രാഫ് കിട്ടും. നോക്കി, ഗ്രാഫ് ഇങ്ങനെ വരച്ചൂടെ? ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. കാര്യം എന്താ? ആദ്യം തുടക്കത്തിൽ സമയത്തിന്റെ ഏറ്റവും ഇങ്ങേറ്റത്ത് തുടക്കത്തിൽ പ്രോഡക്റ്റ് 0, സമയം കഴിയുന്തോറും പ്രോഡക്റ്റ് കൂടി പരമാവധി പ്രോഡക്റ്റിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, ആണോ? അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഏതിന്റെ ഗ്രാഫാണ്? പ്രോഡക്റ്റിന്റെ ഗ്രാഫാണ്, പിയുടെ ഗ്രാഫാണ്. പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് ഗ്രാഫായിട്ട് വേണമെങ്കിലും വരയ്ക്കാം, ഇത് ആവശ്യമില്ല.
ഇതാണ് കുറച്ചുകൂടെ നല്ലത് എന്നുള്ളതുകൊണ്ട് ഈ ഗ്രാഫിൽ തന്നെ ഞാൻ പ്രോഡക്റ്റിന്റെ ഗ്രാഫും കൂടെ വരച്ചിട്ടുണ്ട്. നോക്കി, ഇനി നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ എല്ലാം നമ്മൾ അതേപോലെ ഫോളോ ചെയ്യും. നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ എങ്ങനെ അതേപോലെ ഫോളോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ T1 ഉം T2 ഉം കണ്ടുപിടിച്ച് അതിൽ നിന്ന് R1 ഉം R2 ഉം കണ്ടുപിടിച്ചതുപോലെ T1 ഉം T2 ൽ നിന്ന് നിങ്ങൾക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റും? P1 ഉം P2 ഉം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതാണ് പിയുടെ ഗ്രാഫ്. പിയുടെ ഗ്രാഫിലേക്ക് T1 ൽ നിന്നുള്ള വില നീട്ടി വരച്ചാൽ, നേരത്തെ T1 ൽ നിന്നും ആറിന്റെ ഗ്രാഫിലേക്കാണ് വര വരച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ വര T1 ൽ നിന്നും എങ്ങോട്ട് നീട്ടി വരച്ചു? പിയുടെ ഗ്രാഫിലോട്ട് വരച്ചു. ഈ പിയുടെ ഗ്രാഫിൽ നിന്നും നിങ്ങൾ വൈയിലേക്ക് വരയ്ക്കുന്ന പോയിന്റ് ഇതായിരിക്കും P1 അല്ലേ? T1 കറസ്പോണ്ടിങ് ആയിട്ട് പിയുടെ ഗ്രാഫിലെ പോയിന്റിന്റെ വൈ ആക്സിസ് ആയിരിക്കും ഏത്? P1. അതേപോലെ T2 ൽ നിന്നും നമ്മൾ പിയിലേക്ക് വരച്ചു. പിയിലേക്ക് വരച്ചിട്ട് ഈ പിയിൽ നിന്നും ഇങ്ങോട്ട് വരച്ചാൽ കിട്ടുന്ന പോയിന്റ് P2 ആയിരിക്കും അല്ലേ? T2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് P2. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒത്തു വന്നിട്ടുണ്ട്. എങ്ങനെ വന്നിട്ടുണ്ട്? P2 വലുതും P1 ചെറുതും. ശരിയല്ലേ? റിയാക്ടറിൽ വന്നപ്പോൾ R2 ചെറുതും R1 വലുതുമാണ്. ഇവിടെ വരുമ്പോൾ കുഴപ്പമില്ല, രണ്ടാമത്തെ ടൈം വലുതും ഒന്നാമത്തെ ടൈം ചെറുതുമാണ്. അപ്പൊ P2 വലുതും P1 ചെറുതുമാണ്. ശരിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എങ്ങനെയാണ്? ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് P മൈനസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് P, P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. അപ്പൊ നോക്കി, P2 മൈനസ് P1 ഇത്രയല്ലേ? P2 മൈനസ് P1. അപ്പൊ ഇതാണ് ഏത്? ഡെൽറ്റ പി. P2 മൈനസ് P1 ഡെൽറ്റ പി. അപ്പൊ ഇത് ഡെൽറ്റ പി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു വര വരച്ചാൽ ഈ വരയെ ഡെൽറ്റ പി എന്ന് വിളിച്ചൂടെ? ഇത് ഡെൽറ്റ പി ആണെങ്കിൽ ഇത് ഏതായിരിക്കും? ഡെൽറ്റ പി. ഇപ്പൊ P2 മൈനസ് P1 ഡെൽറ്റ പി ആണ്. അതുകൊണ്ട് ഈ ലൈനിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഈ ലൈനിനെ നമ്മൾ ഡെൽറ്റ പി എന്ന് വിളിച്ചു. ഇനി നോക്കി, ഇതാണ് ഡെൽറ്റ ടി, അതായത് ഇതാണ് ഡെൽറ്റ ടി. അപ്പൊ ഇതാണ് ഡെൽറ്റ ടി. ശരിയാണല്ലോ? അപ്പോൾ ഡെൽറ്റ ടി നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഈ ലൈനിന്റെ നീളം ഡിവൈഡഡ് ബൈ ഈ ലൈനിന്റെ നീളം എടുത്താൽ നിങ്ങൾക്ക് ഏത് കിട്ടും? ഗ്രാഫിൽ നിന്നും ആവറേജ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്റ്റ് കിട്ടും അല്ലേ? ഗ്രാഫിൽ നിന്നും ആവറേജ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു റിയാക്ടന്റ് കിട്ടാൻ ഈ ലൈനിന്റെ നീളം ഡിവൈഡഡ് ബൈ ഈ ലൈനിന്റെ നീളം. പ്രോഡക്റ്റിനാണെങ്കിൽ ഇത് ഈ ലൈനിന്റെ നീളം ഡിവൈഡഡ് ബൈ ഇതിന്റെ നീളം. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ പറഞ്ഞേക്കുന്നത്? ആവറേജ് റേറ്റ് ഗ്രാഫിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആവറേജ് റേറ്റിന്റെ ഡെഫിനേഷൻ അറിയാം. റേറ്റ് കാൽക്കുലേറ്റ് ലാർജ് ടൈം ഇന്റർവൽ ഈസ് കോൾഡ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റിന്റെ ഇക്വേഷൻ അറിയാം. ദെൻ ആവറേജ് റേറ്റിന്റെ കാൽക്കുലേഷൻ ഫ്രം ഗ്രാഫ് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കണം, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞാൽ, ഡെൽറ്റ പി എന്ന് പറയുന്നത് വൈ ആക്സിസിലെ ചേഞ്ച് ആണ് അല്ലേ? ഡെൽറ്റ ആർ എന്ന് പറയുന്നത് വൈ ആക്സിസിലെ ചേഞ്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ വന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് വൈ ആക്സിസിലെ ചേഞ്ച് ആണ്. ഗ്രാഫിൽ പറഞ്ഞാൽ വൈ ആക്സിസിലെ ചേഞ്ച്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ചേഞ്ച്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് വരച്ചു വെച്ചിട്ട് ഒന്നുകൂടെ കറക്റ്റായി നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗ്രാഫിൽ എന്താണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. വൈ ആക്സിസിൽ ഉണ്ടായ ചേഞ്ച്, ആ സമയ വ്യത്യാസത്തിനിടയിൽ വൈയിലുണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ ആ സമയ വ്യത്യാസത്തിനിടയിൽ എക്സിലുണ്ടായ ചേഞ്ച് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ് പറയുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് വേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വൈ ആക്സിലെ ചേഞ്ച് ബൈ എക്സ് ആക്സിലെ ചേഞ്ച് ആണ് നമ്മൾ ഈ ഗ്രാഫിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ഇവിടത്തേക്ക് വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് ഗ്രാഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ വേണ്ടി അറിയണം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ആവറേജ് റേറ്റിന്റെ ഇക്വേഷൻ, ആവറേജ് റേറ്റിന്റെ ഗ്രാഫ്, അതെല്ലാം ആയിട്ടുണ്ട്. ശരിയാണല്ലോ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഏത് വേണം? ഗ്രാഫ് വേണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. നമ്മൾ ഗ്രാഫിൽ എക്സ് ആക്സിസിനകത്ത് ടൈമും വൈ ആക്സിസിൽ എന്തും എടുക്കും? എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ടൈം എടുത്തു,
ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കും. ഇവിടെ നമ്മൾ ആദ്യം വരച്ചത് റിയാക്ടറിന്റെ ഗ്രാഫ് ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് തന്നെ ആദ്യം വരയ്ക്കാം? റിയാക്ടറിന്റെ ഗ്രാഫ് തന്നെ വരയ്ക്കാം. റിയാക്ടറിന്റെ ഗ്രാഫ് വരച്ചു. ഇനി ഇവിടെ മുതലാണ് വ്യത്യാസം വരുന്നത്. ഗ്രാഫിനകത്ത് വ്യത്യാസം വരുന്നത് ഇവിടെ മുതലാണ്. ഇവിടെ നമ്മൾ ഒരു വലിയ ടൈം ഇന്റർവൽ എടുത്തിട്ട് ടൈം ഇന്റർവലിനിടയിലുള്ള കണക്കുകൾ കൂട്ടി, അതുകൊണ്ടാണ് ഇതിന് ആവറേജ് റേറ്റിന്റെ ഗ്രാഫ് എന്ന് നമ്മൾ വിളിച്ചത്. ഇവിടെ വരുമ്പം നമുക്ക് വലിയ ടൈം ഇന്റർവൽ ഇല്ല, പിന്നെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ DT എന്ന് വിളിച്ചത്, ചെറിയ ടൈം ഇന്റർവൽ എന്ന് വിളിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7-നും 7:30-ക്കും ഇടയ്ക്കുള്ള സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആവറേജ് റേറ്റും, 7:15 സ്പീഡ് കണ്ടുപിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ അത് ഇൻസ്റ്റന്റേനിയസ് റേറ്റുമാണ്. അപ്പോൾ നിങ്ങളത് പറയുന്നു, ഈ പർട്ടിക്കുലർ ടൈമിൽ ഒരു ടൈം അങ്ങ് തന്നിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ 2 ടൈം തന്നിട്ട് 2 ടൈമിനുള്ള ഇടയിലുള്ള കണക്കാണ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴോ ഒരു പർട്ടിക്കുലർ ടൈം അങ്ങോട്ട് തന്നിട്ട് ഈ ടൈമിലെ റേറ്റ് കണ്ടുപിടിച്ചുകൊണ്ടുവരാൻ പറയും. ആ റേറ്റിന് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ടൈമിലെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പർട്ടിക്കുലർ ടൈമിലെ പോയിന്റിൽ നിന്നും ഗ്രാഫിലോട്ട് വരയ്ക്കുന്നത്, ശരിയല്ലേ? ഗ്രാഫിലോട്ട് വരയ്ക്കുന്നത്. എന്നിട്ട് ഈ ഗ്രാഫിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന പോയിന്റ് ഏതാണോ ഈ സമയത്തെ റേറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഈ സമയത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ സമയത്ത് റേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്ത് നിർത്തി എങ്ങനെയാണ്? ഈ വരയുടെ നീളം ഡിവൈഡ് ബൈ ഈ വരയുടെ നീളം ഡിവൈഡ് ബൈ ഈ വരയുടെ നീളം, ഈ വരയുടെ നീളം ഡിവൈഡ് ബൈ ഈ വരയുടെ നീളം, ഇങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്? എന്നിട്ടല്ലേ നമ്മൾ പറഞ്ഞത് വൈയിലുണ്ടായ ചേഞ്ച് ബൈ എക്സിലുണ്ടായ ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെയും അതേ തീയതി നമുക്ക് അപ്ലൈ ചെയ്യാം. വൈയിലുണ്ടായ ചേഞ്ച് ബൈ എക്സിലുണ്ടായ ചേഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. വൈയിലുണ്ടായ ചേഞ്ച് ബൈ എക്സിലുണ്ടായ ചേഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നപ്പം ഒരു പോയിന്റേ ഉള്ളൂ, ഇവിടെയും ഒരു പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് ചേഞ്ച് എന്ന് പറയുന്ന സാധനമില്ല, ശരിയാണല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതനുസരിച്ച് വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച്, വൈ ബൈ എക്സ്, ഒരു ഗ്രാഫിനകത്ത് വൈ ആക്സിലെ ചേഞ്ച് ബൈ എക്സ് ആക്സിലെ ചേഞ്ച് മാത്തമാറ്റിക്കലി പണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ലോപ്പ് എന്ന് വിളിക്കാം. അപ്പം ആവറേജ് റേറ്റിൽ നിങ്ങൾ വൈയിലുണ്ടായ ചേഞ്ച് ബൈ എക്സിലുണ്ടായ ചേഞ്ചാണ് കണ്ടുപിടിച്ചത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടൈം കണ്ടുപിടിച്ചതെങ്കിൽ പോലും അത് ഗ്രാഫിന്റെ കണക്കിൽ പറഞ്ഞാൽ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ചാണ്. ഇനി ഏത് സാധനത്തിൻ്റെയും വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ചിനെ ചരിവ്, സ്ലോപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ വരയുടെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വരയുടെ അളവ് നമ്മൾ കണ്ടുപിടിച്ചത്, ആ വരയുടെ ചരിവ് കണ്ടുപിടിച്ചു എന്നാണ് അർത്ഥം. പറയുന്നത് ക്ലിയർ അല്ലേ? പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? ഇത്രയും ഒരു വര വരച്ചു വെച്ചിട്ട്, ഒരു വലിയ വര വരച്ചു, ആ വരയുടെ ഇത്രയും പോർഷൻ മാത്രം എടുത്തു വെച്ചിട്ട് ഈ പോർഷന്റെ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ ഈ വരയുടെ ചരിവ്, സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് തുല്യമാണ്. അപ്പൊ തിരിച്ചു പറഞ്ഞു പോയേ, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചതിന് തുല്യമാണ്. വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ റേറ്റ് കണ്ടുപിടിച്ചതിന് തുല്യമാണ്, ശരിയല്ലേ? റേറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചു. വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. സ്വാഭാവികമായിട്ടും തിരിച്ചു പറയുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചതാണ്, വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ റേറ്റ് കണ്ടുപിടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുമ്പം എങ്ങനെ പറയാം? ഇവിടെ പറയുമ്പം നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ പോയിന്റിലെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഈ പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഈ പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിക്കുക എന്നാണ്. ഈ പോയിന്റിലെ വൈയിലെ ചേഞ്ച് ബൈ എക്സിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ റേറ്റ് കണ്ടുപിടിച്ചു എന്നാണ്, ശരിയാണല്ലോ? അപ്പോൾ നമുക്കുള്ള മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ടൈമിലെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പർട്ടിക്കുലർ ടൈമിലെ ഗ്രാഫിലെ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അവിടെയാണ് പ്രശ്നം. ഒരു വര തന്നിട്ട് ആ വരയുടെ ചരിവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു പോയിന്റ് തന്നിട്ട്, അല്ലേ, ഇവിടെ നിന്നപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു പോയിന്റ് തന്നിട്ട് ഈ പോയിന്റിന്റെ ചരിവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിയാണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഈ പോയിന്റിന്റെ ചരിവ് കണ്ടുപിടിക്കുന്നത്? ഈ പോയിന്റിന്റെ ചരിവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കർവ് എന്ന് പറയുമ്പോൾ, കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈച്ച് ആൻഡ് എവരി പോയിന്റിൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കർവ്. ആ കർവിലെ
ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലൂടെ മാത്രം വരയ്ക്കുന്ന ഒരു വരയുണ്ട് അല്ലേ? നമ്മൾ ഈ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന വരയുണ്ടല്ലോ. ഏതാ വരയുടെ പേര്? ടാൻജൻസ് അല്ലേ? സ്പർശരേഖ എന്ന് പറയും. ഈ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ പോയിന്റിലൂടെ കടന്നുപോയ വരയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അതിനകത്തൊരു സംശയം ഉണ്ടോ? ഒരു വലിയ വര നിങ്ങളുടെ നോക്കി, ഈ വരയുടെ ചരിവ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ വലിയ വരയുടെ ചരിവും ഇത് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടുള്ള ചരിവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചരിവിന് വ്യത്യാസം വരില്ല. നോക്കി, ഈ പേനയുടെ ചരിവ്, ഈ പേനയ്ക്ക് ഇത്രയും നീളമുണ്ടെങ്കിലും ഈ പേനയ്ക്ക് ഇത്രയും നീളമുണ്ടെങ്കിലും ചരിവ് തന്നെയും. അപ്പോൾ വലിയ വരയുടെ ചരിവ് കണ്ടുപിടിക്കുന്നതിന് വരെ ഈ വര കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ചരിവ് കണ്ടുപിടിച്ചാലും പഴയ ചരിവ് തന്നെ. ഈ വര ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ചരിവ് കണ്ടുപിടിച്ചാലോ അപ്പോഴും പഴയ ചരിവ് തന്നെ. ഈ വര ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ചരിവ് കണ്ടുപിടിച്ചാലോ അപ്പോഴും സ്ലോപ്പ് പഴയത് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ വര ഞാൻ ചെറുതാക്കി ഒരു പോയിന്റ് ആക്കി മാറ്റിയിട്ട് ആ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും ഈ പോയിന്റ് നീട്ടി വരയ്ക്കുന്ന വരയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും ഒറ്റ ആൻസർ ശരിയല്ലേ? അപ്പൊ എന്താ പറ്റിയ ഈ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഈ പോയിന്റ് നീട്ടി വരച്ചാൽ ഉണ്ടാകുന്ന ഒരു വരയുണ്ട്. ആ വരയൊക്കെ നമ്മൾ ടെക്നിക്കലി ടാൻജന്റ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന വര, അതായത് ടാൻജന്റ് വരച്ചിട്ട് ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലൂടെ പോകുന്ന വര ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ y/x കണ്ടുപിടിക്കണം. അതിന്റെ y എന്ന് പറയുമ്പോൾ ഇത്രയുമാണ്, അതിന്റെ x എന്ന് പറയുമ്പോൾ ഇത്രയുമാണ്. ഇതിനെ എനിക്ക് dr എന്നും ഇതിനെ എനിക്ക് dt എന്നും വിളിക്കാം. അപ്പൊ എന്തോ മനസ്സിലായി? നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇൻസ്റ്റന്റിലെ റേറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇൻസ്റ്റന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ ഗ്രാഫിലെ ആ പർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന് ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ? പ്രോഡക്റ്റിൻ്റെ കൂടെ ഇതേ റൊട്ടീനിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്ന ഗ്രാഫ്. ഞാനിവിടെ പ്രോഡക്റ്റിൻ്റെ ഗ്രാഫ് വരച്ചു. വീണ്ടും പഴയതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ടൈമിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പർട്ടിക്കുലർ ടൈമിലെ ഗ്രാഫിലെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഗ്രാഫിലെ പോയിന്റ്. ഈ സ്ഥലത്തെ സ്ലോപ്പാണ് വേണ്ടത്. ഈ സ്ഥലത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതിലേക്കൂടെ കടന്നു പോകുന്ന ടാൻജന്റ് വരയ്ക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഇതിലേക്കൂടെ കടന്നു പോകുന്ന ടാൻജന്റ് വരച്ചു. ഇനി ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതാണ്. ശരിയല്ലേ വെച്ചോളെ? അപ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ dp/dt എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്തോ മനസ്സിലായി? ആവറേജ് റേറ്റിന്റെ ഗ്രാഫ് ഇതാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റന്റിലെ ഗ്രാഫാണോ ഏത് ഇൻസ്റ്റന്റിലെ റേറ്റാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇൻസ്റ്റന്റിലെ ഗ്രാഫിലെ പോയിന്റിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്തായി? റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന് തുല്യമായി. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ 6 കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കും. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ആവറേജ് റേറ്റിന്റെ ഡെഫിനിഷൻ, റേറ്റ് കാൽക്കുലേറ്റഡ് ലാർജ് ടൈം ഇന്റർവൽ ഈസ് കോൾഡ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റിന്റെ ഇക്വേഷൻ നേരത്തെ ഉണ്ട് ബോർഡിൽ കിടന്നിരുന്ന ഇക്വേഷൻ. ആവറേജ് റേറ്റിന്റെ ഗ്രാഫ്. 3 കാര്യങ്ങൾ. ഇനി അടുത്ത 3 കാര്യങ്ങൾ. വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ, ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഓർമ്മിച്ചിരിക്കണം. ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ് കണ്ടുപിടിക്കാൻ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ഗ്രാഫിലെ പോയിന്റിന്റെ ടാൻജന്റിന്റെ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി. ഇത്രയും ആകുമ്പോൾ റേറ്റ് എന്താണെന്നും ആവറേജ് റേറ്റ് എന്താണെന്നും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണെന്നുള്ള ആ ടോപ്പിക്ക് അവസാനിക്കും. ഇത്രയും ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ റേറ്റ് എന്താണെന്നും ആവറേജ് റേറ്റ് എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് ഇത്രയും ടോപ്പിക്ക് നല്ല തറവായിരിക്കണം. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം. ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ